ഇനി ധാർഷ്ട്യത്തിന്റെ സ്വരങ്ങളിൽ കരുത്തുള്ള നിലപാടുകളിൽ സൗമ്യഭാവം നമുക്ക് കാണാൻ സാധിക്കും. 10 വർഷത്തിന് ശേഷം ഭരണം മാറുകയാണ്. കോൺഗ്രസിന്റെ പുതിയ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ഏറ്റ് ചുമതലയെടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പല ഭാഗത്തു നിന്നും, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും അതിരാവിലെ തന്നെ ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇവിടെ സാന്നിധ്യമായി ഉണ്ടാകാൻ കേരളത്തിൽ നിന്ന് പല ആൾക്കാരും പല ഭാഗത്തു നിന്ന് നിരവധി പ്രവർത്തകർ ഉൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി VD സതീശന് ജനങ്ങൾ നൽകുന്ന, കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന, ജനസമൂഹം നൽകുന്ന ആ ഒരു പിന്തുണയും ഒപ്പം കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന ആ ദുർഭരണത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അകത്തേക്ക് കടത്തിവിടാൻ പാസ് ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ അകത്തേക്ക് കടക്കാൻ സാധിക്കാത്തതിൻ്റെ ഖേദമുള്ളിൽ ഒതുക്കി നിൽക്കുന്നുണ്ട്. പാസ്സുള്ളവരെ മാത്രമാണ് ആദ്യം കടത്തിവിടുന്നത്. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരെ കടത്തിവിടുകയുള്ളൂ, പാസ് ഇല്ലാത്തവരെ കടത്തിവിടുകയുള്ളൂ. 3 ഗേറ്റുകളും ഇന്ന് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്ന, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ചേച്ചിമാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. എന്തായാലും ഒരു പുതുയുഗപ്പിറവി തന്നെയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം. ധാർഷ്ട്യത്തിന്റെ സ്വരങ്ങൾക്ക് വിട, സൗമ്യ ഭാവങ്ങൾക്ക് പക്ഷേ കരുത്താർന്ന നിലപാടുകൾക്ക് സ്വാഗതം. ഞാൻ ശരിക്കും ഇവിടെ ഓരോ പ്രവർത്തകരിലും കാണുന്നത് അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു സമാധാനം, ഒപ്പം ഞങ്ങളുടെ ആളാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസമാണ് ഈ ആൾക്കാരിലൊക്കെ. ഇവരൊക്കെ പ്രവർത്തകരാണ്. ഇടുക്കിയിൽ നിന്നാണ്. നമുക്ക് ഇവരോട് സംസാരിക്കാം. ഇത് പ്രസിഡന്റ് ആണ് കേട്ടോ. എന്തിന്റെ പ്രസിഡന്റ്? ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ പ്രസിഡന്റിന് ഒരുപാട് സന്തോഷമായോ? ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണ് പ്രസിഡന്റ് ഈ സന്തോഷത്തെ ഒന്ന് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏറ്റവും അനുയോജ്യമായൊരു തീരുമാനമാണ് പൊതുജനങ്ങൾ എടുത്തേക്കുന്നത്. അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ശരിക്കും ഈ ഇലക്ഷന് മുന്നേ കഞ്ഞിക്കുഴിയിലുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് നമ്മുടെ സതീശൻ വരണം, അല്ലെങ്കിൽ നമ്മുടെ ഭരണം വരണം എന്ന് എങ്ങനെയാണ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്തത്? അത് പറയേണ്ടി വന്നില്ല. അവരുടെ എല്ലാം മനസ്സിൽ അതായിരുന്നു ആഗ്രഹം. നമ്മൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ അവരുടെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു. ഓക്കെ, എന്നാലും അവരുടെയൊക്കെ ആഗ്രഹം പോലെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അല്ലേ? നിങ്ങളൊക്കെ ഇന്നലെ എപ്പോൾ തിരിച്ചു? ഞങ്ങൾ ഇന്നലെ 9:30 തിരിച്ചതാണ് ഇടുക്കിയിൽ നിന്ന്. രാത്രി ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയില്ല. ആവേശം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. സന്തോഷം കൊണ്ട്. ഇന്ന് നിങ്ങൾക്ക് അകത്ത് കിടക്കാൻ പറ്റുമോ? കടക്കും. പാസ്സുണ്ട്. ഞങ്ങൾ കടക്കും. ഞങ്ങളെല്ലാം മെമ്പർമാരാ. എല്ലാവരും മെമ്പർമാരാ. പഞ്ചായത്തിലെ മെമ്പർമാരാ എല്ലാവരും. എന്താണ് മുഖ്യമന്ത്രിയോട് നിങ്ങളുടേതായി പറയാനുള്ളത്? നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. VD സതീശൻ എന്ന് പറയുമ്പോഴത്തേനും തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുള്ളത്, VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നതിൻ്റെ. ഞങ്ങളുടെയൊക്കെ കഠിന പ്രയത്നം ആ വാർഡുകളിലും പഞ്ചായത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു ജയ് വിളിച്ചാലോ? കഞ്ഞിക്കുഴിയിൽ നിന്ന് മുഖ്യമന്ത്രിക്കൊരു ജയ് വിളി. ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും ഇന്നത്തെ അദ്ദേഹത്തിനുള്ള ആദ്യത്തെ ജയ് വിളി. എല്ലാവരും ഒന്ന് ആവേശത്തോടെ മുഖ്യമന്ത്രിക്കായിട്ടൊരു ജയ് വിളിച്ചേ. ഈ ആവേശം ഇവിടെയുള്ള സകല ജനങ്ങൾക്കുമുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് VD സതീശന് ജയ് വിളിച്ചു കഴിഞ്ഞാൽ കേരളം മുങ്ങിപ്പോകുമെന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു ദുർഭരണത്തിൽ നിന്ന് ഒരു പുതിയ നാളെയിലേക്ക്, ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരു പുതിയ യുഗത്തിലേക്ക് നീങ്ങുന്നതിന്റെ സന്തോഷം തന്നെയാണ്. എല്ലാവരിലും അത് കാണാം. നമുക്കും പ്രതീക്ഷിക്കാം നല്ല ഒരു ഭരണം ഇനി വരുന്ന 5 വർഷം കേരളത്തിന് ഉണ്ടാകുമെന്ന്.